കൊമ്പന്മാർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇന്ധനമേകിയ 3 കാര്യങ്ങൾ. 19 മത്സരങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ക്ലീൻ ഷീറ്റ് നിലനിർത്തുന്നത്. മുഖം കൊണ്ട് ഡിഫെൻഡ് ചെയ്ത മിലോസ് ഡ്രിൻസിച്ചിനെയും മികച്ച സേവുകൾ നടത്തിയ സച്ചിൻ സുരേഷിനെയും ഇതിൽ എടുത്തു പറയാതിരിക്കാൻ വയ്യ. അവരുടെ ആ ഒരു മികവിൽ തന്നെയാണ് ഈ ക്ലീൻ ഷീറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയത്. ഗോൾ അടിക്കാതിരുന്നാൽ മാത്രം പോരാ, ഗോൾ അടിക്കുകയും വേണം. പോസ്റ്റും ബാറും ഒക്കെ പലതവണ തടഞ്ഞെങ്കിലും ഹെസൂസ് ഗിമെനസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ 16ാം ഹോം മത്സരത്തിലും ഗോൾ നേടിക്കൊണ്ട്, ഒന്നല്ല രണ്ടല്ല 3 ഗോൾ നേടിക്കൊണ്ട് നിറഞ്ഞു കളിച്ച നോവയ്ക്കും പിന്മാറാൻ തയ്യാറല്ലാത്ത ഹിമെനസിനും അതുപോലെ നമ്മുടെ സ്വന്തം രാഹുൽ കെപിക്കും ഗോളുകൾ കിട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞാടി. ഒരു വശത്ത് ഗോൾ അടിപ്പിക്കാതിരുന്നു, ഒരു വശത്ത് ഗോൾ അടിച്ചു. ഇത് രണ്ടുമല്ലാതെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ടായിരുന്നു. 3ാമത്തെ കാര്യം, 17 ടാക്കിളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിനെതിരെ ശ്രമിച്ചത്. അതിൽ 15 വിജയിക്കുകയും ചെയ്തു. അതായത് നല്ല മികച്ച ടാക്ലിംഗ് ഉണ്ടെങ്കിൽ എതിരാളികളുടെ കയ്യിൽ നിന്ന് പന്ത് തിരിച്ചെടുക്കാം. അത് തന്നെയാണ് നമ്മുടെ മധ്യനിര നിയന്ത്രിച്ച വിപിനും ഫ്രെഡിയും അതുപോലെ സന്ദീപിന്റെയും നവോച്ചയുടെയും ടാക്കിളുകളും എടുത്തു പറയണം. ഒന്നിലധികം തവണയാണ് അവർ ടാക്കിളുകൾ കൃത്യമായി ചെയ്ത് പന്ത് തിരിച്ചു വാങ്ങിച്ചത്. അതായത് നിങ്ങൾ ഗോൾ എടുത്താൽ ഞങ്ങൾ തിരിച്ചു വാങ്ങിക്കും, ഗോൾ അടിക്കാൻ സമ്മതിക്കുകയില്ല, ഗോൾ അടിക്കുകയും ചെയ്യും. എന്നാ പിന്നെ ജയം ഉറപ്പല്ലേ. അടുത്ത ദിവസം 28-ാം തീയതി ഗോവയ്ക്കെതിരെയുള്ള കളിയിലും ഇത് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ?